ഹായ് മക്കളെ, എന്തൊക്കെയുണ്ടോ വിശേഷം? സുഖം തന്നെയല്ലേ? SSLC റിസൾട്ട് ഒക്കെ വന്നു. നിങ്ങളുടെ റിസൾട്ട് എന്താണെങ്കിലും നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യുന്നു മാത്രമല്ല, ആ റിസൾട്ട് ഇതുപോലത്തെ പേഴ്സണലൈസ്ഡ് പോസ്റ്റർ ആക്കണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് SSLC റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് കുട്ടികൾ വിളിക്കുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ ആനന്ദ കണ്ണീരാണെങ്കിൽ ചില ആൾക്കാർ സങ്കടം കാരണം പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. സോ ഇവരൊക്കെ എന്താണ് ആശ്വസിപ്പിച്ചതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറയാം, സാർ എനിക്ക് മോഡൽ എക്സാം വരെ മാത്സിന് C+ ആയിരുന്നു, പക്ഷേ മോഡൽ എക്സാമിന് ശേഷം സാറെ ക്ലാസ് കണ്ടതിന് ശേഷം എനിക്ക് മാത്സിന് A+ കിട്ടി. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ A+ ആണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട് സാറേന്ന്. മക്കളെ, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം താങ്ക്സ് പറയേണ്ടത് അത് നിങ്ങളോട് തന്നെയാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ ചലഞ്ച് കാലം നിങ്ങളുടെ മുന്നിൽ വെച്ചപ്പോൾ നിങ്ങൾ പേടിച്ച് തോറ്റ് പിന്മാറിയില്ല. എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും എല്ലാ പ്രതിസന്ധികളോടും പൊരുതിയിട്ട് എന്താണ് നിങ്ങളത് നേടിയെടുത്തില്ലേ? അപ്പം ആദ്യത്തെ താങ്ക്സ് അത് നിങ്ങളോട് തന്നെ ആയിരിക്കും. നിങ്ങളെ പാരൻസ് ആയിക്കോട്ടെ, നിങ്ങളെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഞങ്ങളായിക്കോട്ടെ, ഞങ്ങളൊക്കെ അതിലേക്കുള്ള വഴി കാണിച്ചു തരിക മാത്രമാണ് ചെയ്തത്. ആ വഴിയിലൂടെ ധൈര്യപൂർവ്വം നടന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും മാറി നിന്നിട്ട് നീ പൊളിയാടാ മുത്തേന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആൻഡ് നിങ്ങളോട് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാണ്ട്, എടാ ചിലപ്പോൾ നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടാവില്ലേ, 10ാം ക്ലാസ് വരെ നല്ലോണം പഠിക്കുന്ന പയ്യനായിരുന്നു, 10ാം ക്ലാസ് ഫുൾ A+ ഒക്കെ ആയിരുന്നു, പക്ഷെ +1 +2 ആകെ ഉഴപ്പി എന്നൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ പലരെ കുറിച്ചും കേട്ടിട്ടുണ്ടാവില്ലേ. ഞാൻ അതുപോലത്തെ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് SSLC റിസൾട്ട് എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാവണം നിങ്ങളത്. ഇനിയും ഒരുപാട് കടമ്പകൾ നിങ്ങൾക്ക് ചാടിക്കടക്കാനുണ്ട്. അവിടെയൊക്കെ എങ്ങനെയാണോ നിങ്ങൾ ഈ പരീക്ഷണത്തെ നേരിട്ടത്, അതേ ആർജവത്തോടു കൂടി, അതേ കോൺഫിഡൻസോടു കൂടി നിങ്ങൾ ഇനിയും അങ്ങോട്ട് പഠിക്കുക. ഉറപ്പായിട്ടും ജീവിതത്തിൻ്റെ വലിയ വലിയ ഉയരങ്ങളിൽ നിങ്ങളെത്തും. എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സോ ഒരിക്കൽ കൂടെ നിങ്ങൾ പൊളിച്ചടാ. പക്ഷേ ഓരോ SSLC റിസൾട്ട് വരുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഫുൾ A+ കിട്ടിയ ആ 60,000-ഓളം കുട്ടികളെക്കാൾ ഉപരി അത് കിട്ടാത്ത 3,65,000-ഓളം കുട്ടികളെയാണ്. കാരണം ഫുൾ A+ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നിൻ്റെ അവസാനമല്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കും അറിയായിരിക്കും. പക്ഷേ ഓരോ SSLC റിസൾട്ട് വരുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ആ ഫുൾ A+ കിട്ടിയ 60,000-ഓളം കുട്ടികളല്ല, പകരം അത് കിട്ടാത്ത 3,65,000-ഓളം കുട്ടികളായിരിക്കും. ഫുൾ A+ കിട്ടിയിട്ടില്ല ഒന്നും സംഭവിക്കില്ല ചിലപ്പോൾ ഇവർക്കും അറിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഫുൾ A+ മാത്രമാണ് വിജയം എന്നുള്ള ഒരു പൊതുബോധം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഉറപ്പായിട്ട് ചിലപ്പോൾ നിങ്ങൾ സങ്കടത്തിലായിരിക്കും. മക്കളെ, ഒരു 17 വർഷം മുമ്പ് ഇതേപോലെ ഒരു SSLC റിസൾട്ട് നോക്കിയിട്ട് ഒരൊറ്റ A+ കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞ ഒരാളാണ് ഞാൻ. 3ാമതായിരുന്നു എൻ്റെ സ്കൂള്. തുടക്കത്തിൽ നിന്നല്ല, അവസാനത്തു നിന്ന്. എൻ്റെ മുന്നിൽ 391 ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ആ 391 ആൾക്കാരെക്കാളും ജീവിതത്തിൽ ഏത് നിലയിലും ഞാനാണ് ഉയരത്തിലുള്ളതെന്നുള്ളത് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. ആൻഡ് ഒരു പക്ഷേ ഫുൾ A+ ആയിരുന്നു എനിക്ക് 10ാം ക്ലാസ്സിൽ ഞാനിവിടെ എത്തൂലായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് എനിക്കിത് എത്താൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10ാം ക്ലാസ്സിൽ ആ റിസൾട്ട് കണ്ടിട്ട് പൊട്ടിക്കരയുന്നതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ വിജയിക്കും, ഐ വിൽ റൈസ് അപ്പ് എന്ന് ഞാനന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം +1ഉം +2ഉം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരാൾ ഞാനായിരിക്കും. +2ൻ്റെ കൂടെ തന്നെ JEE എഴുതിയിട്ട് NITയിൽ കമ്പ്യൂട്ടർ സയൻസാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന അജാസൊക്കെ ആയിട്ട് എനിക്ക് മാറാൻ പറ്റിയത് അന്ന് ഞാനെടുത്ത ആ ഒരൊറ്റ തീരുമാനമാണ്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് SSLC റിസൾട്ട് എന്ന് പറയുന്നത് എന്തല്ല, ഒന്നിൻ്റെയും അവസാനമല്ല. അത് ഇതുപോലത്തെ ഒരു കർവാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പൊസിഷനിലാണ് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാവുക. പക്ഷേ ആ ഒരു തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് ഉയർന്നു പൊങ്ങാൻ പറ്റുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഒരു ഡ്രീമും ആ ഒരു മാർക്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ടല്ല ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നേടിയെടുത്ത ഒരുപാട് ആൾക്കാരെ നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു റിസൾട്ടൊക്കെ ഒരു 3 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ സങ്കടമൊക്കെ മാറും. പക്ഷേ അതാണ് എനിക്ക് ഏറ്റവും വലിയ പേടിയും കേട്ടോ. 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ നിങ്ങളാവുമോ എന്നുള്ളൊരു പേടി. അങ്ങനെ ആവാൻ പാടില്ല മക്കളെ. ഇപ്പം നിങ്ങളുടെ മാർക്ക് കണ്ടിട്ട് പുച്ഛിച്ച, ചിരിച്ച, ഉള്ളിൽ ചിരിയൊതുക്കിയ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. സോ ഇപ്പോൾ ഈ നിമിഷം എന്ത് ചെയ്യുക, നിങ്ങൾ ആ തീരുമാനം എടുക്കുക. ഞാൻ തിരിച്ചു വരുമെന്നുള്ള തീരുമാനം എടുക്കുക. ആൻഡ് അതിനുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് ഇനിയുള്ള എല്ലാ വർഷങ്ങളും +1ലും +2ലും ഒക്കെ നിങ്ങളുടെ കൂടെ എജ്യൂപോർട്ട് ഉണ്ടാവും. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ഉറപ്പ് തരുന്നു, പേടിക്കേണ്ട ആവശ്യമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും എന്താണ്, സങ്കടപ്പെടുമ്പോൾ കരച്ചിൽ വരുമ്പോൾ ഒന്ന് പൊട്ടിക്കരയുന്നുണ്ടെന്ന് ഒരു പ്രശ്നമില്ലടാ. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. നമ്മളെന്ത് ചെയ്യുക, ആ ഒരു തീരുമാനം എടുക്കുക. ഞാൻ തിരിച്ചു വരും, ഉറപ്പായിട്ടും തിരിച്ചു വരും. ആൻഡ് നിങ്ങൾ തിരിച്ച് വന്നിരിക്കുകയും ചെയ്യും. കട്ട സപ്പോർട്ടോടുകൂടി ഇനിയുള്ള വർഷങ്ങളിലും എജ്യൂപോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും.